യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും, കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ ഈ നാളുകളിൽ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്, ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി ലിമിറ്റ്ലെസ് ആകുന്നു. ആ വ്യക്തിയെ പുതിയൊരു സൃഷ്ടിയാകും. പഴയ സൃഷ്ടിയുടെ ഒരു ബലഹീനതയുമില്ല. ആ വ്യക്തിക്കായിരിക്കുന്ന ഓപ്പർച്യൂണിറ്റികൾ അല്ലെങ്കിൽ മുൻപിലായിരിക്കുന്ന സാഹചര്യങ്ങൾ പഴയ വ്യക്തിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഈ ലിമിറ്റ്ലെസ് എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് ഈ വ്യക്തി എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ ഒരു അനുഭവത്തിൽ എങ്ങനെയാണ് ഈ വ്യക്തിക്ക് ജീവിക്കാനായി കഴിയുന്നത്? ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ഇതുവരെ ലിമിറ്റ്ലെസ് ലൈഫ് അനുഭവിച്ചിട്ടില്ലാത്ത ഓരോരുത്തരും അതിനെ അനുഭവിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. According to John chapter 14, words 14 and 16 and 23, and also we can read John chapter 15 verse 26, and also we can read 16 verse 8 onwards. So no need to read now. I'm going little bit fast. Listen. So 4 things I said. First thing, what Holy Spirit will do. ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, എന്താണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്? He will impart and empower you. അവൻ നിന്നെ ശക്തീകരിക്കുവാൻ ഇടയാകും. He will empower you. അവൻ നിന്നെ ശക്തീകരിക്കുവാൻ He will ഇടയാകും. impart his ability in you. രണ്ടാമത്തെ, അവന്റെ ആ കഴിവിനെ നിന്റെ മേൽ പകരുവാൻ ഇടയാകും. He impart his might in you. അവന്റെ ശക്തിയെ നിന്റെ മേൽ പകരുവാൻ He ഇടയാകും. impart his knowledge into you. അവന്റെ അറിവിനെ നിന്റെ മേൽ പകരുവാൻ ഇടയാകും. Will you please stand up and say, confess with me? നിങ്ങൾ എന്റെ കൂടെ എഴുന്നേറ്റ് നിന്ന് ഇത് എന്നോടൊപ്പം ഏറ്റു പറയാമോ? When the Holy Spirit come upon me, പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരുമ്പോൾ He will empower me. അവൻ എന്നെ ശക്തീകരിക്കും. He gives me the ability of God. ആ ദൈവത്തിന്റെ കഴിവിനെ എന്റെ മേൽ പകർന്നു തരും. Hallelujah. And He give His might to my spirit. അവന്റെ ശക്തിയെ എന്റെ ആത്മാവിലേക്ക് പകർന്നു തരും. His knowledge to my spirit. അവന്റെ അറിവിനെ എന്റെ ആത്മാവിലേക്ക് പകർന്നു തരും. That's why 1 John chapter 2 verse 20 says, through Him, through His anointing, we know everything. യോഹന്നാൻ 2:20 പറയുന്ന, അവന്റെ ആത്മാവിനാൽ എനിക്ക് സർവ്വതും വെളിവായിരിക്കുന്നു. Through His knowledge, everything we know. അവന്റെ ആത്മാവിലൂടെ എല്ലാം എനിക്ക് അറിയാൻ സാധിക്കും. That means when He comes upon you, എന്ന് വെച്ചാൽ അവന്റെ ആത്മാവ് നിന്റെ മുകളിൽ വരുന്ന സമയത്ത് you can expect a great change will happen in your life. നിനക്ക് മനസ്സിലാകും, ഒരു വലിയ മാറ്റം നിന്റെ ജീവിതത്തിൽ വരുന്നത് നിനക്ക് മനസ്സിലാക്കുവാനായി In സാധിക്കും. other word, we can see a dynamic change will happen in your whole scenarios. എന്ന് വെച്ചാൽ ഒരു അത്ഭുതകരമായ മാറ്റം നിന്റെ ജീവിതത്തിൽ ഉടനീളം മാറിയത് നിനക്ക് കാണുവാനായി സാധിക്കും. How it will happen? എങ്ങനെയാണ് സംഭവിക്കുന്നത്? You have to believe the manifestation of the restoration. നിനക്ക് ദൈവം തിരികെ തന്ന വെളിപ്പെടുത്തലിനെ കുറിച്ച് നിനക്ക് മനസ്സിലാക്കേണ്ട When ആവശ്യമാണ്. you believe the restoration, നീ അതിൽ വിശ്വസിക്കുന്ന സമയത്ത് the Holy Spirit will come upon you. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ When you വരുവാനിടയാകും. believe the manifestation, ആ വെളിപ്പെടുത്തലിനെ കുറിച്ച് നീ അറിയുമ്പോൾ the Holy Spirit will come upon you. ആ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുവാനിടയാകും. വളരെ വലിയൊരു കാര്യം പ്രസന്റ് ചെയ്യാൻ പോവാ ഞാൻ. Are you listening to me? When we wait upon the manifestation of the blessings, അനുഗ്രഹത്തിന്റെ വെളിപ്പെടുത്തലിൽ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് what will happen? God send His Spirit upon you. ദൈവം തന്നെ ആത്മാവിനെ നിന്റെ മേൽ പകരുവാനിടയാകും. Now the Holy Spirit is upon you. അപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേളിലാണ്. Listen, when the Holy Spirit come upon you, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ
He empowers you. അവൻ നിന്നെ ശക്തീകരിക്കാൻ He ഇടയാകും. gives ability in you അവൻ നിന്നെ കഴിവിനെ തരുവാൻ ഇടയാകും. and give might in your അവന്റെ spirit ശക്തിയെ നിന്റെ ആത്മാവിൽ തരും. and His knowledge in your spirit. അവന്റെ അറിവിനെ നിന്റെ ആത്മാവിലേക്ക് പകർന്നു That തരും. means it causes changes in your whole life. എന്ന് വെച്ചാൽ അത് നിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ That ഇടയാകും. means if you are expected change, He will brought a dynamic change in your life. നിങ്ങൾ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൻ നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റത്തെ കൊണ്ടുവരുവാൻ ഇടയാകും. Now the dynamic ability or his dynamic ability, His might, His power, His knowledge is working in me. അവന്റെ അത്ഭുതകരമായ അറിവ്, അത്ഭുതകരമായ ശക്തി, അത്ഭുതകരമായ എംപവർമെന്റ് എല്ലാം ഇപ്പൊ എന്നിലാണ് വസിക്കുവാൻ ഇടയാകുന്നത്. If you believe the empowerment, His ability, His knowledge is working in me, I challenge you, you will live above your limitations. Amen. അവന്റെ ശക്തിയും അവന്റെ കഴിവും അവന്റെ അറിവും നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രകൃത്യാതീതമായി ജീവിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരിമിതികൾക്കപ്പുറമായി ജീവിക്കാൻ തുടങ്ങും. ആമേൻ. Do you like to live a limitless life? നിങ്ങൾ പരിധിയില്ലാത്ത ജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? It is a manifestation of the Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തലാണ്. How it happen? എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? Through the ability of the Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ കഴിവിലൂടെയാണ്. Through the empowerment of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെയാണ്. Through the might of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ബലത്തിലൂടെയാണ്. Through the knowledge of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അറിവിലൂടെയാണ്. His knowledge become my knowledge to me now. അവന്റെ അറിവ് ഇപ്പോൾ എന്റെ അറിവായി മാറിയിരിക്കുകയാണ്. So I can live above my limitations. അതുകൊണ്ട് എനിക്ക് എന്റെ പരിധിയുടെ മുകളിൽ ജീവിക്കാനായി സാധിക്കും. What is your limitation? എന്താണ് നിന്റെ പരിധി? Time is your limitation. സമയമാണ് നിന്റെ പരിധി. Time is your limitation. സമയമാണ് നിന്റെ പരിധി. Your education is a limitation. നിന്റെ വിദ്യാഭ്യാസമാണ് നിന്റെ Your പരിധി. culture is your limitation. നിന്റെ കൾച്ചറാണ് നിന്റെ പരിധി. For me, my language is my limitation. എന്റെ പരിധി എന്ന് പറയുന്നത് എന്റെ ഭാഷയാണ്. My education is my limitation. എന്റെ വിദ്യാഭ്യാസം എന്റെ പരിധിയാണ്. My culture is limitation. എന്റെ കൾച്ചർ പരിധിയാണ്. My skills are my limitation. എന്റെ കഴിവുകൾ എന്റെ പരിധിയാണ്. But now പക്ഷേ ഇപ്പോൾ the Holy Spirit is upon me. പക്ഷേ പരിശുദ്ധാത്മാവ് ഇപ്പോൾ എന്റെ അകത്തുണ്ട്. Now I am a limitless. ഇപ്പോൾ എനിക്ക് പരിധിയില്ലാത്തവനാണ്. How I become limitless? എങ്ങനെയാണ് ഞാൻ പരിധിയില്ലാത്തവനായത്? My knowledge become His knowledge. അവന്റെ അറിവ് എന്റെ അറിവ് ഇപ്പോൾ അവന്റെ അറിവായി. His knowledge become my knowledge. അവന്റെ അറിവ് ഇപ്പോൾ എന്റെ അറിവായി. His abilities become my ability. അവന്റെ കഴിവ് എന്റെ കഴിവായി മാറി. Come on church, give a praise offering to the Lord. Hallelujah. That's way we are limitless. അതുകൊണ്ട് നമ്മൾ പരിധിയില്ലാത്തവരായി മാറാനിടയായി. Because His abilities is my ability അവന്റെ now. കഴിവ് ഇപ്പോൾ എന്റെ കഴിവാണ്. That's why I say, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, when I receive the manifestation of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തൽ എന്റെ മേൽ വെളിപ്പെട്ടു വരുമ്പോൾ, then I get into a glorious life. Amen. ഞാൻ ഒരു മഹത്വകരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനിടയാകും. And get into a deeper level. ഞാൻ Now the Holy Spirit is upon you. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വസിക്കുന്നു. ഞാൻ ഇനി അവന്റെ മേൽ കാണിച്ചാൽ പ്രസംഗിക്കാൻ എന്റെ കൂടെ നിൽക്കതെല്ലാം താഴെ പോകും. I know the power of God is presenting now. എനിക്കറിയാം ദൈവത്തിന്റെ ശക്തി ഇതിന്റെ മേൽ വസിക്കുന്നത്. Something is moving. You have to receive. ഇതിനകത്ത് ദൈവത്തിന്റെ ചലനം സംഭവിക്കും. നിങ്ങൾ അത് പ്രാപിക്കേണ്ട ആവശ്യമാണ്. Listen to me. When he pray for the manifestation, ഈ വ്യക്തി വെളിപ്പെടുത്തലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ the Holy Spirit come upon her. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ability, he impart his ability. അവന്റെ കഴിവിനെ അവിടേക്ക് പകരപ്പെടുവാനിടയാകും. Impart his power. അവന്റെ ശക്തിയെ പകരപ്പെടും. Impart his might. അവന്റെ ബലത്തെ പകരപ്പെടും. Impart his knowledge. അവന്റെ അറിവിനെ പകരപ്പെടും. From that day, അവിടെ മുതൽ he cross his limitations. അവിടെ മുതൽ അവന്റെ ലിമിറ്റ് പരിധിയെ അവൻ ക്രോസ് ചെയ്യാനിടയാകും, കടന്നു പോകാനിടയാകും. But we are not living that understanding. നമ്മൾ പക്ഷേ ആ മനസ്സിലാക്കലല്ല ജീവിക്കാനിടയാകുന്നത്. Even we believe Christ and after receive the Holy Spirit, we are not relay with this understanding. നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ മനസ്സിലാക്കലല്ല നമ്മൾ ജീവിക്കുന്നത്. We are not follow and relay with it. നമ്മൾ അതിനെ പിന്തുടരുക, അതിനോടൊപ്പം അല്ല ജീവിക്കുന്നത്. Are you following me? Now she is a limitless person because her limit becomes God's limit.
ഇപ്പോൾ അന്ന ഒരു ലിമിറ്റ് ഇല്ലാത്ത പേഴ്സൺ ആണ്. കാരണം അന്നയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ദൈവത്തിന്റെ ലിമിറ്റ് ആണ്. God's limit is become her limit. ദൈവത്തിന്റെ ലിമിറ്റ് ആണ് ഇപ്പോൾ അവളുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇവളുടെ പരിധി എന്ന് പറയുന്നത് ഇവളുടെ പരിധി അല്ല, ദൈവത്തിന്റെ പരിധിയാണ്. ആമേൻ. Come on, how is it happen? എങ്ങനെയാണ് സംഭവിച്ചത്? It is because of her ability. It is not because our knowledge. It is not because of her power. No. It is because of God's power, God's ability, and God's knowledge. എങ്ങനെയാണ് സംഭവിക്കാനിടയായത്? അത് അന്നയുടെ കഴിവല്ല, അന്നയുടെ ബലമല്ല, അന്നയുടെ അറിവല്ല, പിന്നെയോ അത് ദൈവത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ കഴിവോ ദൈവത്തിന്റെ ബലവോ ദൈവത്തിന്റെ അറിവിനാലാണ് ആ പരിധിയെ ലംഘിച്ച് അപ്പുറത്ത് പോകാനായി അന്നയ്ക്ക് സാധിക്കാനിടയായത്. Can you say with me, when I believe the manifestations, എന്നോടൊപ്പം പറയാൻ ഞാൻ ആ വെളിപ്പെടുത്തൽ വിശ്വസിക്കുന്ന സമയത്ത് Holy God send His Holy Spirit to empower me. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ എന്റെ മുകളിലേക്ക് അയച്ചു, എന്നെ ശക്തീകരിക്കാൻ. Now the power of God is resting in me. ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി എന്റെ ഉള്ളിൽ വസിക്കാനിടയാകുന്നു. Now the power of God is resting in me. ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി എന്റെ ഉള്ളിൽ വസിക്കുന്നു. The ability of God is resting in me. ദൈവത്തിന്റെ കഴിവ് എന്റെ ഉള്ളിൽ The വസിക്കുന്നു. knowledge of God is resting in me. ദൈവത്തിന്റെ അറിവ് എന്റെ ഉള്ളിൽ വസിക്കുന്നു. Through the ability of God, ദൈവത്തിന്റെ കഴിവിലൂടെ I live a limitless life. ദൈവത്തിന്റെ കഴിവിലൂടെ ഞാൻ പരിധിയില്ലാത്ത ജീവിതം ജീവിക്കുന്നു. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. I use God's dynamic ability to my life, so I have a dynamic ability. ഞാൻ Amen. ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി എന്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് ഞാൻ ഇപ്പോൾ അത്ഭുതകരമായ ശക്തിയിൽ ജീവിക്കുന്നു. I am crossing my limits. ഞാൻ എന്റെ പരിധികളെ എല്ലാം ക്രോസ് ചെയ്തു I പോകുന്നു. am crossing my limitless life ഞാൻ എന്റെ through the Holy Spirit. ഞാൻ പരിധിയില്ലാത്ത ജീവിതത്തിലേക്ക് കടക്കുകയാണ് പരിശുദ്ധാത്മാവിലൂടെ. How many of you believe the Holy Spirit is upon you? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ How many of you മുകളിൽ? believe the ability of God is upon you? എത്ര പേർ വിശ്വസിക്കും അവന്റെ കഴിവ് നിന്റെ ഉള്ളിലുണ്ടെന്ന്? Through the ability, did you believe through the ability you can cross your limits? അവന്റെ കഴിവിലൂടെ നിനക്ക് നിന്റെ പരിധികളെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാൻ സാധിക്കുമെന്ന് എത്ര പേർ If വിശ്വസിക്കുന്നു? you believe that time you are getting into your glorious life. നിങ്ങൾ അത് വിശ്വസിക്കുന്ന സമയത്ത് മുതൽ നിങ്ങൾ മഹത്വകരമായ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക അത്രേ ചെയ്യുന്നത്. Don't think it is going to come into my life. ഒരിക്കലും ചിന്തിക്കരുത് അത് എന്റെ ജീവിതത്തിലേക്ക് വരുമെന്ന്, ഇനി വരാൻ പോകുന്നു എന്ന് Don't ചിന്തിക്കരുത്. think like that. അങ്ങനെ ചിന്തിക്കരുത്. It is the present hour reality. അത് ഇപ്പോൾ നടക്കേണ്ട സത്യമാണ്. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. The present hour reality. ഇപ്പോൾ ഉള്ള യാഥാർത്ഥ്യമാണ് അത്. Hey, we have a confusion. When God spoke to me, ദൈവം എന്നോട് സംസാരിക്കാൻ it ഇടയായി. is not acceptable to me. ദൈവം എന്നോട് ഇത് സംസാരിച്ചപ്പോൾ എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. Glorious life is, I believe the glorious life, I expect the glorious life, but I never believe this is a present hour reality to me. ഞാൻ മഹത്വകരമായ ജീവിതത്തെ കുറിച്ച് എനിക്ക് അറിയാമായിരുന്നു, അതിനെ ഞാൻ അംഗീകരിക്കാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ സമയത്തുള്ള കാര്യമാണെന്ന് ഞാൻ അത് പ്രതീക്ഷിച്ചിരുന്നില്ല. I never believe it is a present hour reality to ഈ me. സമയത്തുള്ള കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല. I believe it will come. ഞാൻ വിശ്വസിച്ചത് അത് വരും എന്നാണ്. It will come. അത് വരും എന്നാണ്. But God spoke, no. Glorious life is the present hour reality to now. ദൈവം എന്നോട് സംസാരിക്കാനിടെ ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി ചലിക്കേണ്ട കാര്യമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കാനിടയായി. മഹത്വകരമായ ജീവിതം ഇപ്പോഴത്തെ എൻ്റെ ജീവിതമാണ്. How is it possible? എങ്ങനെയാണ് സാധ്യം? How is it possible? എങ്ങനെയാണ് സാധ്യം? Suddenly you go and ask me a question. ഉടനെ എന്റെ ചോദ്യം എന്റെ ഉള്ളിൽ A വരുവാനിടയായി. question come into my spirit. എന്റെ ആത്മാവിൽ ഒരു ചോദ്യം വന്നു. If the Holy Spirit is resting in you, പരിശുദ്ധാത്മ നിന്റെ മുകളിൽ വസിക്കുന്നെങ്കിൽ that means the glorious Spirit is resting in you. എന്ന് വെച്ചാൽ മഹത്വത്തിന്റെ ആത്മാവ് നിന്റെ മുകളിൽ That വസിക്കുന്നെങ്കിൽ means you are in the glorious life. Amen. നീ മഹത്വകരമായ ജീവിതത്തിനകത്താണെന്ന്. ഒന്ന് ശബ്ദം ഉണ്ടാക്കി.
That means you believe the Holy Spirit is upon you. നീ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മ നിന്റെ മുകളിലുണ്ടെന്ന്. In another word, the Spirit of glory is upon you. എന്ന് വേറെ ഭാഷയിൽ പറഞ്ഞ മഹത്വത്തിന്റെ ആത്മാവ് നിന്റെ മുകളിൽ വസിക്കുന്നു. How many of you believe that? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? But you say that the Spirit of glory is upon you, the glorious Spirit is upon you, but you are waiting for the glorious life. നിങ്ങൾ മഹത്വകരമായ ആത്മാവ് നിന്റെ മുകളിൽ വസിക്കുന്നുണ്ട്, ആത്മാവ് നിന്റെ മുകളിൽ വസിക്കുന്നുണ്ട്, മഹത്വത്തിന്റെ ആത്മാവ് നിന്റെ മുകളിൽ വസിക്കുന്നുണ്ട്. എന്നിട്ട് നീ മഹത്വപരമായ ഒരു ജീവിതത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. Do you understand the conflict of that? നീ ആ പറയുന്നതിന്റെ വിരുദ്ധത നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? The Spirit of glory is upon you, but you are waiting for the blessing, glorious life. മഹത്വകരമായ മഹത്വത്തിന്റെ ആത്മാവ് നിന്റെ മുകളിൽ വസിക്കുന്നുണ്ട്, പക്ഷെ നീ ഇപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മഹത്വകരമായ ഒരു ജീവിതം നിനക്ക് വരുമെന്ന്. What is glorious life? എന്താണ് മഹത്വകരമായ ജീവിതം? That is a limitless life. അതൊരു പരിധിയില്ലാത്ത ജീവിതമാണ്. What is a limitless life? How it is become a limitless life to you? എങ്ങനെയാണ് അത് പരിധിയില്ലാത്ത ജീവിതമായി നിനക്ക്? Through the ability of the Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ കഴിവിലൂടെ, through the knowledge of the Holy Spirit, അറിവിലൂടെയാണ്, through the empowerment of the Holy Spirit, അവന്റെ ശക്തീകരണത്തിലൂടെയാണ്. Hey, the Holy Spirit come upon you for empowering. പരിശുദ്ധാത്മാവിന്റെ മേൽ വന്ന് നിന്നെ ശക്തീകരിക്കാനാണ്. We know He is inside me for empowering. അവൻ നിന്റെ അകത്തായിരിക്കുന്നത് നിന്നെ ശക്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. That we know. അത് നമുക്കറിയാം. But we are waiting for the glorious life. പക്ഷേ നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. When you receive the might of God, that day you begin the glorious life. നീ എപ്പോഴാണോ ദൈവത്തിന്റെ ആത്മാവിനെ നീ സ്വീകരിക്കാനിടയായത്, അപ്പോൾ മുതൽ നീ മഹത്വപരമായ ജീവിതത്തിലാണ് നീ ജീവിക്കുന്നത്. The beginning of the glorious life is when you receive the glorious Spirit in your spirit. എപ്പോഴാണോ നിന്റെ മഹത്വകരമായ ജീവിതം ആരംഭിച്ചതെന്നറിയാമോ? എപ്പോഴാണോ നിനക്ക് മഹത്വത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വസിക്കാൻ തുടങ്ങിയത്, ആ നിമിഷം മുതൽ നീ മഹത്വകരമായ ജീവിതം നിന്റെ ജീവിതത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. That means you are already in the glorious life. എന്ന് വെച്ചാൽ നീ മഹത്വകരമായ ജീവിതത്തിൽ അകത്താണ് നീ ഇപ്പോൾ ജീവിക്കുന്നത്. Through the Holy Spirit. അത് പരിശുദ്ധാത്മാവിലൂടെ. ക്രിസ്തുവിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും നമുക്കറിയാം, അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണ്. നമ്മൾ പറയാറുണ്ട്, കർത്താവിനോട് സംസാരിക്കുന്നു, ഞാൻ ദൈവശബ്ദം കേൾക്കുന്നു, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന ഉറപ്പുണ്ട് നമുക്ക്, അല്ലേ? എന്നാൽ കർത്താവ് പറയുവാണ്, നീ ക്രിസ്തുവിലായപ്പോൾ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വന്നപ്പോൾ, പിന്നെ നിൻ്റെ കഴിവുകളല്ല നിന്നിൽ പ്രവർത്തിക്കുന്നത്, അവൻ്റെ കഴിവുകളാണ് എന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലിമിറ്റ്ലെസ് ആയിരിക്കുന്നത്. ആർക്കെങ്കിലും ദൈവത്തെ ലിമിറ്റ് ചെയ്യാനായി കഴിയുമോ? അപ്പം ഈ സ്വർഗം എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ ഞാൻ ആ ലിമിറ്റ്ലെസ് അനുഭവത്തിലാണ് ആയിരിക്കുന്നത്. ഇന്ന് എന്നെ കേട്ട നിങ്ങളിൽ ആ ലിമിറ്റ്ലെസ് അനുഭവം ഇന്നു മുതൽ വർക്ക് ചെയ്യട്ടെ, അതിൽ ജീവിക്കുന്നവരാകട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ. ഈ ബ്രദറിൻ്റെ പേര് ബാലനാഥൻ, മണ്ണാർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ ബ്രദർക്ക് 8 വർഷമായിട്ട് ഇടുപ്പ് വേദനയാൽ ഭാരപ്പെടുകയായിരുന്നു. ഒരു സാധനം ഒന്നും കുനിഞ്ഞ് എടുക്കുവാനോ ഒന്നും പറ്റാതെ വളരെ പ്രയാസപ്പെട്ടിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ കഴിഞ്ഞ മാസത്തെ പബ്ലിക് മീറ്റിങ്ങിൽ ബ്രദർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ബ്രദർ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് ബ്രദർ വിളിച്ചിരുന്നു. ഈ ബ്രദറിനെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിച്ചത്. ആ ബ്രദറിന് വേണ്ടി നമ്മുടെ ജോൺ ബ്രദർ പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ 8 വർഷമായിട്ട് ഭാരപ്പെട്ടിരുന്ന ഇടുപ്പ് വേദന പൂർണ്ണമായി സൗഖ്യമായി എന്ന സാക്ഷ്യപ്പെടുന്നു. ഈ പച്ച ഷർട്ടിട്ട ബ്രദറിന്റെ അടുക്കലും ചെന്നേ. ഇനി എന്നെ നിർബന്ധിക്കരുത്, ഇപ്രാവശ്യം കൂടെ ഞാൻ പറഞ്ഞാ വരാം. അങ്ങനെയാണോ വീട്ടിൽ നിന്ന് പോരാൻ നേരത്ത് പറഞ്ഞേ? നിനക്കിത് മനസ്സിലായേണ്ട, ഇതെല്ലാം പൈസയുടെ സൂത്രങ്ങളാ, ഇതെല്ലാം കളിപ്പിക്കലാ, നിന്നെ അവര് കറ്റിച്ചിരിക്കുക. പക്ഷെ ഇപ്രാവശ്യം കൂടെ നിന്നെ കൂടെ ഞാൻ വരാം. നീ അങ്ങനെയാണോ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞേ? നിനക്ക് രക്ഷപ്പെടുന്ന ആഗ്രഹമുണ്ടോ? നിനക്ക് തലമുറയുണ്ടോ? നിനക്ക് തലമുറകളുണ്ടോ? നിനക്ക് കൗണ്ട് കുറവെന്ന് അറിയാവോ? നിനക്ക് തലമുറകളില്ല.
എന്നാൽ ഇന്ന് പകൽ എൻ്റെ യേശുവിന്റെ അത്ഭുതകാരം നിന്നെ ഇന്ന് സഖിയാക്കാൻ പോവാ. നീ ചോദിച്ചില്ലേ ജീവിക്കുന്നൊരു ദൈവം ഉണ്ടോന്ന്? ഇതൊക്കെ സത്യമാണോ നീ ചോദിച്ചില്ലേ? നിന്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ നിന്നെ വിളിച്ച ഉടനെ നിന്റെ തലയിൽ നിന്നൊരു ശക്തി താഴോട്ട് വന്നു. വന്നോ ഇല്ലയോ? അത് വന്നിട്ട് നിന്റെ ഉള്ളു വിറയ്ക്കാൻ തുടങ്ങി. ഉണ്ടായോ ഇല്ലയോ? ഇപ്പൊ നിന്റെ ഇവിടെ ഉള്ളു വിറയ്ക്കുന്നത് അറിഞ്ഞൂടെ? അറിയത്തില്ല. നിന്റെ ഉള്ളിലെ ഒരു കിടുങ്ങൽ എന്താടാ പറയുന്നത്? പാലക്കാടുകാർ പറഞ്ഞു കൊടുക്ക്, അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ. ഉണ്ട്. ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് നിന്റെ മേൽ വന്നേ. ആണോ അല്ലയോ? ഇനി നീ ദുശീലങ്ങൾക്ക് അടിമയാകരുത്. കള്ളു കുടിക്കാൻ പോവല്ലേ, വലിക്കല്ലേ. യേശുവിന് നിന്നെ ആവശ്യമുണ്ടോ? ഒന്ന് കൈയടിച്ചു ആമേൻ പറഞ്ഞേ. ഞാൻ ആ ചേച്ചിയോടെ ചെവി കേൾക്കുന്ന കാര്യം ചോദിച്ചപ്പോഴേ, അങ്ങനെയൊക്കെ ചോദിച്ച ചെവി ശരിയാവുമെന്ന് ഇനി ചിന്തിച്ചില്ലായിരുന്നോ? എന്നിട്ട് പറഞ്ഞു, എന്റെ ഇടത്തെ ചെവിക്ക് ഒരു അസ്വസ്ഥതയുണ്ട്. ഈ പാസ്റ്റർ എന്നോട് ഇടത്തെ ചെവിയുടെ കാര്യം പറയാമെങ്കിൽ ഞാൻ ഇനി വിശ്വസിക്കാം. എന്താ നിന്റെ പേര്? ബാലനാഥൻ. ഇടത്തെ ചെവി ഇപ്പൊ ശരിയാവും. നിനക്ക് ഈ ചെവിയുടെ ഈ ഭാഗത്ത് തൊടുമ്പോ വേദന വരും. ഉണ്ടയില്ല? നിനക്ക് ആ ചെവിക്ക് കേൾവി കുറവുണ്ടോ? എടാ ഇപ്പൊ ശരിയാവും. ഇത് ശരിയായ നീയും നിന്റെ ഭാര്യയും എല്ലാ ആഴ്ചയും ഇവിടെ പ്രാർത്ഥനയ്ക്ക് കാണണം. ഇത് ശരിയായില്ലെങ്കിൽ നീ വരണ്ട. ഞാൻ പറഞ്ഞു കേട്ടോ, ഇത് ഞാൻ പറഞ്ഞത് ശരിയായില്ലെങ്കിൽ നീ വരണ്ട. നീ വരുമ്പോഴും നിനക്ക് ഈ ഭാഗത്ത് വേദന ഉണ്ടായിരുന്നു. നീ ആ വേദന നോക്കിക്കൊണ്ടോന്ന്? പോയി. ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഒരു ഷോക്ക് അടിച്ചില്ലായിരുന്നു അവിടെ? എടാ നിന്റെ ഭാര്യ പറയുമ്പോ ഈ ഷോക്ക് അടിയെല്ലാം കള്ളമാന്നല്ലേ നീ പറഞ്ഞേ? പറയടാ, ഇനി കള്ളമെന്ന് പറയൂ? വിശ്വാസമായി മതി. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് പാലക്കാടുകാരെ ഒത്തിരി ഇഷ്ടമാണ്. ഒത്തിരി വക്രതയില്ലാത്ത കുറെ നിഷ്കളങ്കരായ ആളുകളാണ് പാലക്കാടുകാര്. ഹൃദയത്തിന് പറയാവട്ടെ, ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പറയൊന്നുമില്ല. ദൈവം പാലക്കാടിന് കൊടുത്തിരിക്കുന്ന കൃപയായിട്ടാണ് തോന്നുന്നത് എനിക്ക്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് പാലക്കാട് ഒരു വലിയ ചലനം ദൈവം ചെയ്യാനായി പോകും. ബാലനാഥ, നിനക്ക് ചിലപ്പോൾ ആഹാരം കഴിക്കുമ്പോഴേ ഇവിടെ തടഞ്ഞിരിക്കുന്ന പോലെ തോന്നും. എന്റെ ഭാര്യയോട് നീ പറഞ്ഞിട്ടുണ്ടോ? അതാ അവൾക്ക് അറിയാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എങ്ങനുണ്ട്? നേരെ വയറിന്റെ അങ്ങോട്ട് വരാം. ഈ ഭാഗത്ത് ഒരു പ്രശ്നമുണ്ട്, വേദനയുണ്ട് ചില സമയത്ത്. അതിങ്ങനെ വന്നും പോയി ഇരിക്കും. കുറച്ചും കൂടെ താഴോട്ട് പോവാം. നിന്റെ വലത്തെ കാലിലെ തൊടയിലും മുട്ടിലും നിനക്കൊരു പ്രശ്നമുണ്ട്, വേദനയുണ്ട്. അത് നീ ഒരിക്കൽ വീണതിനെ തുടർന്നുണ്ടായതാ? എനിക്ക് ഇടുപ്പ് വേദന ഉണ്ട് സാർ, ഇവിടെ ഭയങ്കര വേദന ഉണ്ട്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതെല്ലാം സൗഖ്യമാവുക. ഇത് മാത്രമല്ലടാ, നിന്റെ രണ്ട് കണ്ണില്, നിന്റെ വലത്തെ കണ്ണിന് ഈ ഇടയായിട്ടൊരു മങ്ങലുണ്ട്. ശരിയാ? നിനക്ക് ദൂരെയുള്ളത് കാണുമ്പോ രണ്ടായിട്ട് തോന്നുവാണ്. ഞാനിവിടെ വന്നപ്പോഴും നിനക്ക് എന്റെ മുഖം വ്യക്തമായില്ല, രണ്ടായിട്ട് തോന്നി. നിങ്ങളൊരു അത്ഭുതം നടക്കുന്നത് കാണാൻ പോവാണോ? അയാളെ കണ്ണിപ്പൊ ശരിയാവോ?
Come on. Come on. അയാൾ എന്നെ കണ്ണു തുറന്ന് നോക്കിക്കൊണ്ടായിരിക്കുന്നത്. പക്ഷേ ആ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്, അയാളുടെ കണ്ണിൽ നിന്നൊരു പാട നീങ്ങിയിട്ട് അയാൾക്ക് വ്യക്തമായി കാണാൻ തുടങ്ങുന്നു. ബാലഗോപാല എന്തോ പറഞ്ഞ ബാലഗോപാല അല്ലേ? ഇപ്പൊ എങ്ങനെയാ കണ്ണു നോക്കിയിട്ട്? കറക്റ്റായി ഏ കറക്റ്റായി. ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഒരു പാട നീങ്ങിപ്പോയി അല്ലേ? എന്തുകൂടാ നടന്നേ പറ. മാറിപ്പോയി. ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഒരു സാധനം ഇങ്ങനെ നീങ്ങിപ്പോയി, അങ്ങനെ നീങ്ങി. ഇങ്ങോട്ട് പോയി. ആ ഇങ്ങോട്ട് പോയ സാധനമാണ് പോയത്. എത്ര വർഷം ഉണ്ടായിരുന്നു ബ്രദറെ പ്രയാസം? എന്തൊക്കെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു എന്നൊന്ന് പറയാമോ? കുനിഞ്ഞിട്ടൊരു പണി എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി. കുനിഞ്ഞിട്ടൊരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. 8 വർഷമായിട്ട് അങ്ങനെ? ഒരുപാട് കാലമായി, 8 വർഷത്തിന് മേലായിരുന്നു. പക്ഷെ കഴിഞ്ഞ മീറ്റിങ്ങിന് വന്ന് പറഞ്ഞപ്പോ മാറി. അന്നത് പൂർണ്ണമായിട്ട് മാറി. ഇപ്പൊ ജോലിക്ക് പോവാം, എല്ലാ കാര്യവും ചെയ്യാം, ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിംഗില് കുറേ സമയം ഈ കുടുംബത്തോട് കർത്താവ് ഇടപെടാനിടയായി. ആ സന്തോഷത്തിലാണ് ഈ ബ്രദർ ആയിരിക്കുന്നത്. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. താങ്ക് യു. ദൈവിക സന്തോഷത്തിലും നിറവിലുമായിരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും കർത്താവിനെ അനുഭവിക്കുകയും അവൻ്റെ ആ മഴക്കിൾസിൽ ജീവിക്കുകയും ചെയ്യും. നിങ്ങളുടെ ലൈഫ് ഓരോ ദിവസവും അത്ഭുതങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളിലേക്ക് പോകട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. അപ്പോൾ അതിനോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പോൾ ദൈവിക അനുഭവങ്ങൾ കൊണ്ടും ദൈവിക ശ്രേഷ്ഠത കൊണ്ടും ഇവരുടെ ജീവിതം നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വരെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഇന്ന് കേട്ടതുപോലെ ലിമിറ്റ്ലെസ് ആയ ഒരു അനുഭവത്തിൽ, ലിമിറ്റ്ലെസ് ആയ ജീവിതത്തിൽ ഇവരോരോരുത്തരും ആകട്ടെ. അപ്പം ഈ കുടുംബങ്ങളാകട്ടെ, അവരുടെ അതിരുകൾ വിശാലമാകട്ടെ, വീടുകൾ മാറട്ടെ കർത്താവെ, വീടുകൾ മാറട്ടെ. അപ്പം ആ ശ്രേഷ്ഠതയുള്ള അനുഭവത്തിലേക്ക് വരട്ടെ. ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകട്ടെ, സാലറികൾ വർദ്ധിക്കട്ടെ, പ്രതീക്ഷിക്കാത്ത നന്മകൾ കൊണ്ട് നിറയട്ടെ കർത്താവെ. വാഹനങ്ങൾ മാറട്ടെ അപ്പാ, ദൈവത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് നിറയട്ടെ അപ്പാ. മുൻപിലായിരിക്കുന്ന പ്രശ്നത്തെ ദൈവസ്നേഹത്തിൽ ഡീൽ ചെയ്യാൻ കഴിയട്ടെ അപ്പാ. അവിടുത്തെ ശ്രേഷ്ഠതയ്ക്ക് നന്ദി പറയുന്നു, അവിടുത്തെ ശ്രേഷ്ഠതയ്ക്ക് നന്ദി പറയുന്നു. ഈ കുടുംബങ്ങളിലെല്ലാം അത്ഭുതമുണ്ടാകട്ടെ അപ്പാ. ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടട്ടെ. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിലും നിറവിലും നമുക്ക് ഓരോ ദിവസമായിരിക്കാം. ഗോഡ് ബ്ലസ് യു.